ध्यान फिराते हैं। ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ മറ്റൊരു വിഷയവും കൂടെ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചതുകൊണ്ട് ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു. किसी और विषय की ओर पवित्र आत्मा ने मेरा ध्यान फिराया, तो मैं आप लोगों को उसकी ओर ले जाना चाहता हूँ. അതുമായി ബന്ധപ്പെട്ട് നാം ഇന്നൊരു പാട്ട് പാടുകയുണ്ടായി. और उसी के आधारित आज एक गाना भी हमने गाया. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഐ നീഡ് ഗോഡ്. हमारा आज का सोच का विषय है कि मुझे प्रभु की जरूरत है. ഇന്നലെ കൺവെൻഷനിൽ ഒരു പാട്ട് പാടിയതിലെ ഒരു ലൈനാണ് എൻ്റെ ഹൃദയത്തിൽ വളരെ പ്രകാശം പരത്തിയത്. कल कन्वेंशन में गीत गाया तो उसमें से एक लाइन जो है वो ये इस बात का प्रकाशन मुझे प्रदान किया. നമ്മുടെ പാട്ട് പാടുന്ന 3 സഹോദരിമാരോടും ചോദിച്ചു, ആ പാട്ട് അവർക്ക് അത്രയ്ക്ക് അറിയില്ലെന്ന് പറഞ്ഞു. मैंने तीनों हमारे चर्च में गाना गाने के लिए तत्पर लोगों से पूछा उस गाने के बारे में, तो तीनों ने कहा कि वो नहीं जानती हैं. वो അതിലെ ഒരു ലൈനാണ് എന്നെ അധികം ഒത്തിരി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത്. और उसमें से एक गाने का लाइन जो है मुझे काफी उत्तेजना प्रदान की. हे यहोवा मुझे तेरी जरूरत है. उस गाने में ऐसा है. तो वो लाइन, ആ ഒരു വരി എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. हे यहोवा मुझे तेरी जरूरत है, इस गाने का लाइन जो है मुझे काफी उत्तेजना प्रदान करती है. എന്നാൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് പാട്ടുകൾ നമ്മളിപ്പോൾ പാടിയിരുന്നു. और उससे आधारित सुबह भी आज हमने गीत गाया. ഈ സന്ദേശവും ആനി സിസ്റ്റർ ഒരു പാട്ട് പാടി നിർത്തും. ആ പാട്ട് തന്നെ ആരും തോന്നുന്നു പാടിയതല്ലേ? വേറെയാ? ഓക്കെ. और आखिर में आनी सिस्टर भी वो एक गीत गाकर हम उसको समाप्त करेंगे. അപ്പോൾ നമ്മുടെ വിഷയം നമ്മൾ ഇംഗ്ലീഷ് പാട്ട് പാടിയല്ലോ, ലോർഡ് ഐ നീഡ് യു. ദൈവമേ എനിക്ക് നിന്നെ വേണം. आज सुबह भी हमने गीत गाया कि प्रभु मुझे आप चाहिए. उधर रखो बेटा, ध्यान से बैठो. നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയോ ദൈവത്തെ വേണമെന്ന്? क्या कभी आपको ऐसा महसूस हुआ है कि हमारे जीवन में प्रभु की आवश्यकता है? PPT ചെയ്യാൻ ഞാൻ തുടങ്ങി, പൂർത്തീകരിച്ചില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. PPT क्योंकि मैं प्रेजेंटेशन बनाया पूरा नहीं किया, इसके लिए मैं दिखा नहीं पा रहा हूँ. സ്തോത്രം. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. सेंट ऑगस्टिन ने कहा हुआ एक बात है, My heart is restless until I find my rest in God. मेरा हृदय तब तक बेचैन रहेगा जब तक मैं तुझे न पालूं. അതെ, ദൈവത്തിൽ നാം വിശ്രമം കണ്ടെത്തും വരെ നമ്മുടെ ഹൃദയത്തിന് വിശ്രമം, സ്വസ്ഥതയില്ല. हमने परमेश्वर में जो हम शरण स्थान या शांति पा लेते हैं, तब तक हम लोग जो हैं हमेशा परेशान और व्याकुल रहना चाहिए. സ്തോത്രം. നമുക്ക് ദൈവത്തെ വേണോ? क्या हमें परमेश्वर की आवश्यकता है? चाहिए, चाहिए. सच में നമുക്ക് ദൈവത്തെ വേണോ? सच में पूछा जाए क्या हमें परमेश्वर की आवश्यकता है? സ്തോത്രം. നമ്മൾ എത്ര പേര് ദൈവത്തോട് ഉള്ളു തുറന്ന് ഹൃദയം കീറി പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഐ ഡെസ്പറേറ്റ്ലി ഇൻ നീഡ് ഓഫ് യു, എനിക്ക് നിന്നെ കൂടിയേ തീരുവെന്ന്? हम में से कितने लोगों ने अपने हृदय को पूरी तरह चीर फाड़ करके हमने प्रभु से ये कहा है कि आपके बिना मेरा जीवन अधूरा है, मुझे आपकी सख्त जरूरत है. നമ്മൾ ഇന്ന് പാട്ട് പാടിയപ്പോഴും ഉള്ളു തുറന്നാണോ നമ്മൾ പാടിയത്? ലോർഡ് ഐ നീഡ് യു, ഓ ഐ നീഡ് യു. आज सुबह भी गाना गाते वक्त क्या आपने दिल के गहराइयों से, सच्चाई से वो बात कहा कि परमेश्वर में तुझे मेरी जीवन में आवश्यकता है करके? അതോ പാട്ട്
എല്ലാവരും പാടിക്കൊണ്ട് കൂട്ടത്തിൽ പാടിയെന്നുള്ളൂ. या फिर हम गाना गाते हैं इसके लिए हम साथ में जुड़कर हम भी गा लिए. 63-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചതും അതിനു വേണ്ടിയാ. Psalm 63 हमने उसी कारणवश पढ़ा है. അതിന്റെ ആദ്യ വാക്യങ്ങൾ 42-ാം സങ്കീർത്തനത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. वो भजन संगीता है Psalms 42 के साथ में चलने वाला एक भजन संगीता है. 63-ന്റെ ആദ്യ ഭാഗങ്ങളിൽ ഭക്തൻ പറയുകയാണ്, യഹോവേ അധികാലത്ത് ഞാൻ എന്ത് ചെയ്യും? നിന്നെ അന്വേഷിക്കും. मैं भोर में ही मैं तुझे खोजता हूं, ऐसा भजन संगीतकार इस प्रकार कहता है. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാൻ വേണ്ടിയല്ല, कुछ परमेश्वर से पाने के लिए वो नहीं है वो इच्छा, ദൈവത്തെ തന്നെ പ്രാപിപ്പാൻ. मगर परमेश्वर को ही चाहने का एक चाहत है उसके मन में. എനിക്ക് ദൈവത്തെ വേണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട്, परमेश्वर को पाने का दिल में बहुतायत से एक इच्छा मेरे मन में है. എനിക്ക് ദൈവത്തിന്റെ ആവശ്യമുണ്ടെന്ന തിരിച്ചറിവിൽ, परमेश्वर की मेरे जीवन में जरूरत है, इस बात को परख कर जाना है मैंने. അതുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എനിക്ക് നിന്നെ വേണം, ഞാൻ നിന്നെ അന്വേഷിക്കും. इसीलिए मैं परमेश्वर से कहता हूँ, परमेश्वर मुझे चाहिए, आप मेरे जीवन में आ जाइए. പക്ഷേ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമോ? क्या फिर परमेश्वर का खोज कर कर हम लोग ढूंढ सकते हैं? യെസ് ഓർ നോ? അന്വേഷിച്ച് ദൈവത്തെ കണ്ടെത്തുക. कोई खोज करके परमेश्वर को ढूंढ सकते हैं? എവിടെ എവിടെ അന്വേഷിക്കുന്ന ദൈവത്തെ? कहां पर आप खोज कर ढूंढेंगे परमेश्वर को? എവിടെ കിട്ടും ദൈവം? परमेश्वर कहां प्राप्त होंगे? ബാംഗ്ലൂരിലെങ്ങാനും കിട്ടിയായിരുന്നു? बैंगलोर में शायद मिला होगा आपको. എവിടെ കിട്ടും നമുക്ക് ദൈവത്തെ? परमेश्वर कहां प्राप्त होंगे? സ്തോത്രം. നിങ്ങളെ പറഞ്ഞത് പകുതി ശരിയും പകുതി തെറ്റുവാ. തെറ്റ് എന്ന് പറയാൻ പറ്റില്ല, തിരുവെഴുത്തിലുണ്ട്, അന്വേഷിപ്പീൻ, ദൈവത്തെ അന്വേഷിക്കണം. आपने जो कहा वो आधा सच है, आधा उसमें कमी है. परमेश्वर का वचन कहता है कि आप खोजिए, आप ढूंढेंगे. എന്ന് പറഞ്ഞാൽ ദൈവത്തെ നാം അന്വേഷിക്കണം. परमेश्वर का खोजी हम बनने हैं. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവത്തെ എവിടെ കിട്ടുമെന്ന് തിരക്കുകയല്ല. परमेश्वर की खोजी बनना ये नहीं है कि परमेश्वर को कहीं जाकर ढूंढना है कर कर. അങ്ങനെ ഒരു സ്ഥലം ഉലകത്തിൽ ഇല്ല. ऐसा कोई स्थान नहीं है जहां पर परमेश्वर उपलब्ध हो. നമുക്കെല്ലാവർക്കും കൂടെ യെരുശലേമിന് പോയാലോ? अगर हम सब चाहे कि हम यरूशलेम में जाकर उसको खोजें, കിട്ടുവോ? तो मिलेंगे क्या? ഇല്ല, नहीं मिलेंगे. യെരുശലേമിൽ കിട്ടത്തില്ല, പിന്നെ എവിടെയാ കിട്ടുന്നത്? यरूशलेम में परमेश्वर नहीं मिलेंगे तो और कहां मिलेंगे? അപ്പോൾ എങ്ങും നമുക്ക് ദൈവത്തെ അന്വേഷിച്ച് പോകേണ്ടതില്ല. तो फिर परमेश्वर को खोजते हुए हमें कई स्थान पर जाने की आवश्यकता नहीं है. സ്തോത്രം. ദൈവം ഇരിക്കുന്ന അങ്ങനെയുള്ള ഒരു സ്ഥലവും ലോകത്തിലില്ല. परमेश्वर वहां निवास करने वाला कोई स्थान ऐसा कर कोई दुनिया में नहीं है. ദൈവത്തിന്റെ സാന്നിധ്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുകയല്ല. परमेश्वर की उपस्थिति कोई सीमा के अंदर सीमित नहीं है. എന്നാൽ പഴയ പുതിയ നിയമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു നാം ദൈവത്തെ അന്വേഷിക്കണമെന്ന്. मगर पुराने और नए नियम हमको सिखाते हैं कि हम परमेश्वर के खोजी होने हैं. സ്തോത്രം. നാം ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ നേടുന്നതിനുള്ള ആവശ്യബോധത്തോടെ ഇരിക്കുന്ന അവസ്ഥയാണ്. परमेश्वर का खोजी होना इसका मतलब यह है कि परमेश्वर की आवश्यकता हमारे अंदर हो, उस वैसा एक इच्छा हमारे अंदर रहनी चाहिए. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവ്, हमारे जीवन में परख लेना कि परमेश्वर की आवश्यकता हमारे जीवन में है. എനിക്ക് ദൈവത്തിന്റെ ആവശ്യമുണ്ട് എന്ന ആഗ്രഹം, मैं परमेश्वर को चाहता हूं, ऐसी इच्छा हमारे अंदर प्रकट होना. ഒരു എഴുത്തുകാരൻ എഴുതിയ ഒരു സെന്റൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. एक लेखक ने एक सेंटेंस इस प्रकार लिखा, मुझे वो बेहद पसंद है. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, until
It's not until we feel in the depths of our souls, നമ്മുടെ until we feel in the depths of our souls, हमारे प्राण के गहराई में जब तक हम जानते नहीं हैं, until we understand our utter poverty without Christ, हम बिना परमेश्वर हमारे जीवन में हुए, हमारे जीवन में जो अकाल है, बेकारी है, तब जान सकते हैं। our bankruptcy of any inherent righteousness, जब तक हम भिखारी जैसे बन जाते हैं कि हम जानते हैं कि हमको परमेश्वर हमारे पास नहीं है, until we feel the importance of our own strength, until we understand our importance of our strength, നമ്മുടെ ശക്തിയുടെ കഴിവില്ലായ്മ നാം തിരിച്ചറിയുന്നത് വരെ, हमारे काबिलियत की नाकामी जब तक हम पहचान नहीं सकते हैं तब तक, until we understand the importance of our self sufficiency, जब तक हमारे सामर्थ्य से हम कुछ कर सकते हैं, इसमें नाकामी है, हम जान जाएंगे, तभी हम परमेश्वर को जानेंगे। until we understand our inconsolable loneliness when we are out of the fellowship with God, but ദൈവത്തോടൊപ്പമുള്ള കൂട്ടായ്മ ഇല്ലാതെ നമുക്ക് ആശ്വാസം പ്രാപിപ്പാൻ കഴിയാത്ത ഏകാന്തത തിരിച്ചറിയുന്നത് വരെ, जब परमेश्वर के साथ की संगति नहीं है तभी आप महसूस करते हैं कि अकेलेपन का, तब तक। വീണ്ടും അദ്ദേഹം പറയുന്നു, until we understand the pathetic pretentiousness of our pathological pride, അതായത് നമ്മുടെ ശാരീരിക കായിക ബലത്തിന്റെ അഹങ്കാരത്തിൽ നാം ഇങ്ങനെ ജീവിക്കുമ്പോൾ അത് വെറും ഒരു ഭാവനാത്മകം മാത്രമാണ്. നമ്മുടെ കഴിവ് കൊണ്ട്, പത്തോളജിക്കൽ പവർ, നമ്മുടെ ശാരീരികമായ ശക്തി കൊണ്ട് ഒന്നും പ്രാപ്യമല്ലെന്ന് തിരിച്ചറിയുന്നത് വരെ, हम ये जान ले कि हमारे कोई भी सामर्थ्य के वजह से हम कोई भी परमेश्वर के आशीष को नहीं पा सकेंगे। the hollow emptiness of all the godless gain of the world, ഈ ലോകത്തിൽ ദൈവമില്ലാതെ നാം നേടുന്ന സകല ലാഭങ്ങളും ശൂന്യമാണെന്ന് തിരിച്ചറിയുന്നത് വരെ, परमेश्वर के अलावा, परमेश्वर को छोड़ दुनिया में हम जो भी महिमा पाते हैं ये शून्य अवस्था है करके हम परख ले। तब our utter helplessness in the face of personal, institutional, cosmic and molecular evil, ഈ പ്രപഞ്ചത്തിൽ, വ്യക്തിജീവിതത്തിൽ, സമൂഹത്തിലുള്ള പാപത്തിന്റെ, ദുഷ്ടതയുടെ, തിന്മയുടെ മുൻപിൽ നാം അസഹായരാണെന്ന് തിരിച്ചറിയുന്നത് വരെ, पाप के सामने हम असहाय हैं ये समझ ले या परख ले तो हो, we know how much we need God. तो ही हम जानेंगे कि हमें कितनी परमेश्वर की आवश्यकता है। മനസ്സിലായോ? क्या आप लोग समझे? സ്തോത്രം. കൂടെ ഉണ്ടോ? क्या आप लोग हमारे संग हैं? പിടി കിട്ടിയല്ലോ? ഹലോ, വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? क्या आप लोग हमारे संग चल रहे हैं? നമുക്ക് ദൈവത്തിന്റെ ആവശ്യം മനസ്സിലാകണമെങ്കിൽ അതിനു മുമ്പ് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. हमें परमेश्वर की आवश्यकता है, इस बात को जानने के लिए कुछ और बात को पहले जानना जरूरी है। എന്തൊക്കെ മനസ്സിലാക്കണം? क्या क्या जानना जरूरी है? എപ്പോഴാണ് നാം ദൈവത്തെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്? कब हम परमेश्वर को खोजने वाले बन जाते हैं? സ്തോത്രം. ഈ കഴിഞ്ഞിടയ്ക്ക് എന്ന 2 ദിവസത്തിന് മുമ്പ് ഞാൻ കേട്ട ഒരു കാര്യം, 2 दिन पहले मैंने सुना हुआ एक बात है। ആര് പറഞ്ഞതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. वो किसने कहा ये बात मुझे याद नहीं। നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇവിടെ എവിടെയോ നടന്ന ഒരു സംഭവമാണ്. इंडिया में ही कहीं बगल में ही घटा हुआ घटना है ये। ഒരു പ്രാർത്ഥനാ യോഗം ചർച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. एक प्रार्थना मीटिंग चल रहा था.
ആ യോഗത്തിലേക്ക് പോയ ഒരു സഹോദരൻ ചർച്ചിലെ വേറെ ഒരു വീട്ടിൽ കൂടെ കയറിയാണ് പോയത്. वो मीटिंग में अटेंड करने के लिए एक भाई निकले, दूसरे भाई के घर में होते हुए वो वहाँ मीटिंग में गए അവര് യോഗത്തിന് പോകാനൊന്നും ഒരുങ്ങിയിട്ടില്ല. और घर वाले तो मीटिंग के लिए जाने के लिए तैयार नहीं हुए थे. അപ്പോൾ ഈ യോഗത്തിന് ഒരുങ്ങിച്ചെന്ന സഹോദരൻ ചോദിച്ചു, മീറ്റിങ്ങിന് വരുന്നില്ലയോ? और ये जो भाई तैयारी के साथ उनके घर में पहुंचे थे, उन्होंने पूछा क्या मीटिंग में आप नहीं आ रहे हैं? പറഞ്ഞു, ഞാൻ വരുന്നില്ല. तो उन्होंने कहा कि मैं तो नहीं आ रहा हूँ, നിനക്ക് വേണേ നീ പൊക്കോ, तुझे चाहिए तो तू चला जा, എനിക്ക് യോഗത്തിന് പോയിട്ട് വലിയ ആവശ്യമൊന്നുമില്ല. मुझे कोई आवश्यकता नहीं है मीटिंग में अटेंड करने के लिए. എന്നിട്ട് ആ വ്യക്തി പറഞ്ഞതായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്, എനിക്ക് നല്ല ജോലിയുണ്ട്, ശമ്പളമുണ്ട്, വീടുണ്ട്, ബാക്കി ഒരു കുഴപ്പവും എനിക്കില്ല, അതുകൊണ്ട് ഇപ്പം ഇട മീറ്റിങ്ങുകൾക്കൊന്നും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒന്നെങ്കിൽ നീ പോക്കണം. मुझे अच्छे नौकरी है, अच्छा घर है, अच्छा परिवार है, मुझे तो कोई आवश्यकता नहीं है, अगर तुझे जरूरत है, आवश्यकता है तो तू चला जा मीटिंग के लिए. അപ്പോൾ ആരാ യോഗത്തിന് പോകുന്നത്? तो फिर मीटिंग में कौन आते हैं? ആർക്കാ ദൈവത്തെ വേണമെന്ന് തോന്നുന്നത്? किसे लगता है कि मुझे परमेश्वर की आवश्यकता है? Until and unless we understand and admit our vulnerability, we may not feel the need of God. നമ്മുടെ എന്താ നിസ്സാരത്വത്തെ നാം തിരിച്ചറിയുന്നതുവരെ നമുക്ക് ദൈവത്തെ വേണമെന്നൊരിക്കലും തോന്നില്ല. जब तक हमारे जीवन के लाचारी के बारे में हम परख कर जानते नहीं है कि हम बेकार हैं बिना परमेश्वर के, तब तक हम परमेश्वर को खोजी नहीं बनेंगे. കർത്തൃസന്നിധിയിലേക്ക് കൂടുതലും അടുത്തു വരുന്നവര് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ലാത്തവർ സ്വയം പര്യാപ്തരാണോ അതോ പല ആവശ്യങ്ങളുള്ളവരാണോ? क्या परमेश्वर के सामने आने वाले सभी जीवन में सभी संतुष्टि पाने के बाद आते हैं, या कई बातों को खोजने वाले लोग होते हैं जो परमेश्वर के पास आते हैं? Come on please. സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണോ അധികവും കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്നത്, അതോ ധാരാളം ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരാണോ? क्या कोई व्यक्ति जो समृद्ध है सभी मामलों में, वैसा व्यक्ति परमेश्वर के घर में आता है, या कोई व्यक्ति जो कई प्रकार के जरूरतों का अनुभव करते हो, वैसा व्यक्ति परमेश्वर के घर आते हो? പല ആവശ്യങ്ങൾ ഉണ്ട് എന്ന് ഇരിക്കുന്നവരാണ് സ്വയം പര്യാപ്തരേക്കാൾ ദൈവത്തെ അന്വേഷിച്ചു വരുന്നത്. जो परमेश्वर में घराने में आते हैं, वो लोग अपने आप को लाचार और बेकार समझते हैं. परमेश्वर की आवश्यकता उनके जीवन में है, कई आवश्यकताएं उनके जीवन में हैं. സുവിശേഷം അറിയിപ്പാൻ ഞങ്ങളൊക്കെ പോകുമ്പോഴും ആൾക്കാർ ചെല്ലു പറയും, हमारे पास सब कुछ है यार, जो उन लोगों के पास जाओ जिनके पास कुछ नहीं है. ഞങ്ങളുടെ എല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് യേശുവിന്റെ ആവശ്യം ഇല്ല, അതാ അവരുടെയൊക്കെ അടുത്തോട്ട് ചെല്ല്, അവർക്കൊക്കെ ആയിരിക്കും, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, ആവശ്യമില്ല. हम जब सुसमाचार देने के लिए जाते हैं घर में, तो वो कहते हैं कि हमारे घर में किसी चीज की कमी नहीं है, तो आप लोग जो है दूसरे घर में जाइए जहां पर बेकारी है, उनको भूखमरी है, नौकरी नहीं है, उनके घर में जाकर सुसमाचार दिए. ആൾക്കാർ ആരോഗ്യത്തോടിരിക്കുമ്പോഴാണോ അതോ രോഗത്തിലിരിക്കുമ്പോഴാണോ ദൈവത്തെ വേണമെന്ന് തോന്നുന്നത്? तंदुरुस्ती के साथ बैठते वक्त या बीमारी की अवस्था में अब परमेश्वर की आवश्यकता है? ആൾക്കാർക്ക് എപ്പോഴാ ദൈവത്തിന്റെ ആവശ്യം തോന്നുന്നത്? लोगों को परमेश्वर की आवश्यकता कब पड़ती है, बीमारी में या तंदुरुस्ती में? ബീമാരിയോ മേ കംജോറിയോ മേ ना, ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ അവർക്ക് ദൈവത്തെ വേണമെന്ന് തോന്നാറില്ല. जब हम तंदुरुस्त हैं तो परमेश्वर की आवश्यकता हमको महसूस नहीं होती है. അതുകൊണ്ടാണ് ഇവിടെ ആ ഭക്തനായ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്, until and unless we understand the pathetic pretentiousness of our pathological pride, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ അഹങ്കാരമാണ്. जब हम तंदुरुस्त रहते हैं, हम में घमंड है कि हमें परमेश्वर की आवश्यकता नहीं है कर. പക്ഷേ അത് pretentious ആണ്, അത് നമുക്ക് തോന്നുന്നേ ഉള്ളൂ. ഒരു കൊതു കടിച്ച പോരെ, ये खाली एक दिखावा है. एक मच्छर के काटने में एक व्यक्ति बीमार हो सकता है. കേരളത്തിൽ പറയാറുണ്ട്, എന്തൊരു മുട്ടൻ ആനയാ. हम गांव में इस प्रकार कहते हैं कि कितना बड़ा हाथी है. പക്ഷേ ഒരു ചെറിയ ചുമന്ന ഉറുമ്പ് മതി അതിന്റെ ഉറക്കം കെടുത്താൻ. मगर एक छोटा सा लाल मुंगी जो है वो हाथी का नींद उड़ा सकता है. അതിന്റെ തുമ്പിക്കൈയിലൂടെ
മേളിൽ കയറിപ്പോയാൽ അതിനെ കൊല്ലാൻ പോലും ആ കൊച്ചുറുമ്പ് മതി. एक छोटा सा मूंगी भी उसके सूंड के अंदर घुस जाए तो हाथी को मारने लायक तकलीफ वो दे सकता है. നമ്മളും എപ്പോഴെങ്കിലും കൊച്ചുറുമ്പ് ചെവി കയറിയ അനുഭവം കാണുമല്ലോ. कभी ना कभी तो एक लाल मूंगी छोटा सा अपने कान के अंदर तो घुसा होगा. എന്റെയൊക്കെ ചെവിയിൽ ഒത്തിരി കയറിയിട്ടുണ്ട്. मेरे तो कान के अंदर कई बार लाल मूंगी घुसा है. രാത്രി ഉറങ്ങാനൊക്കത്തില്ല. तो फिर रात को नींद नहीं आता है. വീട്ടിലുള്ളവരെ ഒക്കെ ഉണർത്തും. घर में सभी को सोने नहीं देते हैं. അയ്യോ, നാം എത്ര ബലവാന്മാരായാലും ആരോഗ്യ ദൃഢഗാത്രരായാലും ഒരു കൊതുക് പോലെ നമ്മെ ഇല്ലാതെയാക്കാൻ. अगर हम कितना भी तंदुरुस्त कर घमंड करें, एक छोटा सा मूंगी ले बेचकर आपको बेचैन कर सकता है. അപ്പോൾ നമുക്ക് ദൈവത്തെ വേണമെന്ന് തോന്നുന്നത് എപ്പോഴാ? നമ്മുടെ ജീവിതത്തിന്റെ നിസ്സാരത്വം മനസ്സിലാക്കുമ്പോഴാ. हम अपने जीवन के लाचारी को समझ ले, तभी हमको लगता है कि हमें परमेश्वर की आवश्यकता है. സ്തോത്രം. ഈ പറഞ്ഞത് മുഴുവനും കൂടെ ചേർത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു വിടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചേക്കാം. ये मैसेज मैं आप लोगों को भेजूंगा, वो समझ लीजिएगा आप लोग अच्छी तरह. മറ്റൊന്ന്, നമുക്ക് എപ്പോഴാ ദൈവത്തെ വേണമെന്ന് തോന്നുന്നത്? വൈ വി നീഡ് ഗാഡ്. हमें परमेश्वर का खोज कभी हम करते हैं, कभी हमको लगता है कि परमेश्वर की आवश्यकता हमारे जीवन में है. Until and unless we understand the very creative purpose of God, we will not be feeling the need of God. परमेश्वर ने हमारी सृष्टि की है, इस बात को ग्रहण किए बिना आपको लगेगा ही नहीं परमेश्वर की आवश्यकता मेरे जीवन में है. എന്തിനാ ദൈവം നമ്മെ സൃഷ്ടിച്ചത്? परमेश्वर ने किसके लिए आपकी सृष्टि की है? എങ്ങനാ ദൈവം നമ്മെ സൃഷ്ടിച്ചത്? परमेश्वर ने आपको किस प्रकार से रचा है? സ്തോത്രം. രണ്ട് ചോദ്യങ്ങൾ, എങ്ങനെ, എന്തിന്. कैसे और किस लिए, ये दो प्रश्न हैं. സ്തോത്രം. पूरा मैं ले लूंगा और आपको भी बीच में खड़ा कर दूंगा. എന്തിനാ ദൈവം നമ്മെ സൃഷ്ടിച്ചത്? परमेश्वर ने हमें किस लिए बनाया है? ഓർമ്മയുണ്ടായിരിക്കും നിങ്ങൾക്ക്? आप लोगों को स्मरण होगा किस कारण से परमेश्वर ने हमें बनाया है. For fellowship and partnership God made man. ताकि हम परमेश्वर के साथ हमेशा संगति में रहें, इसके लिए मनुष्य को बनाया. എങ്ങനെയാ ദൈവം നമ്മെ സൃഷ്ടിച്ചത്? और परमेश्वर ने हमें किस प्रकार से बनाया? തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. खुद के रूप में और स्वरूप में बनाया परमेश्वर ने हमें. സ്തോത്രം. പണ്ടൊരിക്കൽ ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. बंदर की जैसे दिखने वाला मनुष्य, मनुष्य की जैसे दिखने वाला बंदर, इन दोनों में क्या अंतर? മനുഷ്യനെ പോലിരിക്കുന്ന കുരങ്ങനെ പോലിരിക്കുന്ന മനുഷ്യൻ. बंदर जैसा दिखने वाला मनुष्य और मनुष्य जैसा दिखने वाला बंदर, दोनों में क्या अंतर है? എന്തുവാ? क्या अंतर है? നാം ദൈവത്തിന്റെ പ്രതിരൂപമാണ്. हम परमेश्वर के स्वरूप में बनाए गए लोग हैं. ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് നമ്മെ സൃഷ്ടിച്ചത്. परमेश्वर के खुद के स्वरूप में हमें ढाला है. കുരങ്ങോ എയ്പ്സ് ഉൾപ്പെടെയുള്ള മനുഷ്യക്കുരങ്ങ് ഉൾപ്പെടെയുള്ള ഒന്നിലും ഇല്ലാത്ത പ്രത്യേകത നമ്മിൽ വെച്ചാണ് ദൈവം നമ്മെ ഉണ്ടാക്കിയത്. कोई बंदर में यह खासियत नहीं पाया गया है कि मनुष्य को परमेश्वर के स्वरूप में बनाया है. ദൈവം തന്റെ കൈ കൊണ്ട് നമ്മെ ഉണ്ടാക്കി. परमेश्वर के अपने हाथों से उसने हमें रचा है. നമ്മുടെ മൂക്കിൽ അവൻ ജീവശ്വാസം ഊതി. हमारे नथनियों में उसने श्वास फूका है. അപ്പോൾ നാം ജീവനുള്ള ദേഹിയായി തീർന്നു. तभी हम जीवन वाले प्राणी बन गए हैं. അതെ, ജീവനുള്ള ദേഹിയായി മാറി. जीवित प्राणी बन गए हैं हम. എന്ന് പറഞ്ഞാൽ ദൈവിക അംശം നമ്മിലുണ്ട്. परमेश्वर का एक अंश हमारे अंदर है. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ആചരിക്കാം. इसी के वजह से परमेश्वर के साथ हम संगति कर सकते हैं. അതുകൊണ്ടാണ് ഇങ്ങനെ പറയപ്പെടുന്നത്, there is a God shaped vacuum in every man. इसीलिए कहते हैं कि परमेश्वर के रूप का एक छोटा सा आकार हमारे अंदर पाया जाता है. एक ശൂന്യത, നമ്മുടെ അകത്ത് ഒരു ശൂന്യതയുണ്ടത്രേ. हमारे अंदर एक शून्यता है जो परमेश्वर के स्वरूप शेप का है. യാ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചിലത് ചേരുമ്പടി ചേർക്കത്തില്ലേ? അതിനെന്താണ് പറയുന്നത്? ഒരു പസിൽ പോലുള്ള ജിക്സോ.
അതിലെ ഓരോ കട്ടിങ് ഉണ്ടല്ലോ, ആ കട്ടിങ് മാത്രമേ അതിൽ ചേരത്തുള്ളൂ. वो जिक्सो पजल जो है, वो जो राइट शेप अगर साथ में मिलाया नहीं जाएगा तो वो साथ में बंधेगा नहीं. അതുപോലൊരു ജിക്സോ പസിൽ നമ്മുടെ ഓരോ മനുഷ്യനിലും ഉണ്ട്. वैसा ही एक जिक्सो पजल जो हमारे भीतर भी है, അത് നിറയ്ക്കണമെങ്കിൽ എന്ത് വെച്ചേ നിറയ്ക്കാൻ പറ്റൂ? वो भरना है तो क्या रखकर भर सकते हैं? वो ദൈവത്തെ കൊണ്ട് മാത്രമേ പറ്റൂ. वो सिर्फ परमेश्वर से ही वो खालीपन को भरा जा सकता है. ദൈവത്തിന് പകരം അവിടെ വേറെ എന്തോ വെച്ചാലും ഒന്നുകിൽ ഫിറ്റ് ആകത്തില്ല, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, അതവിടെ ഒരിക്കലും നിറവായിരിക്കില്ല. वो खालीपन को भरने के लिए सिर्फ परमेश्वर से ही हो सकता है. किसी और वस्तु से भरे तो बाहर निकलेगा या फिर आवाज करेगा. എന്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടല്ലോ? क्या आप लोग हमारे संग हैं? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ദൈവീക ശൂന്യതയുണ്ട്. एक परमेश्वर के समान का एक शून्यता हमारे अंदर है. അത് നിറയണമെങ്കിൽ നമുക്ക് ദൈവത്തെ കൂടിയേ തീരൂ. अगर वो खालीपन को भरना है तो फिर परमेश्वर को ही हासिल करना होगा. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ എന്തൊക്കെ ഉള്ളവരും ഉള്ളതിൽ തൃപ്തരാണോ? इसीलिए जो कुछ भी पाने के बाद में कोई संतुष्ट होता है क्या कोई व्यक्ति? ചോദിച്ചു നോക്ക, ഏറ്റവും വലിയ പണക്കാരനോട് ഉള്ള പണത്തിൽ തൃപ്തനാണോ എന്ന്. सबसे पैसा वाला व्यक्ति से भी पूछे कि आप संतुष्ट है जीवन से? ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയോട് ചോദിച്ചേ, सबसे खूबसूरत व्यक्ति से पूछिए क्या आप जीवन में संतुष्ट हैं? ഇവരാരും സന്തുഷ്ടരല്ല. कोई भी व्यक्ति है ये नहीं कहेगा कि मैं संतुष्ट हूं. എന്തുകൊണ്ട്? ऐसा क्यों है? സ്തോത്രം. ആ സന്തുഷ്ടി, ആ സാറ്റിസ്ഫാക്ഷൻ, ആ കണ്ടെന്റ്മെന്റ് ലഭിക്കുന്നത് ദൈവത്തെ കൊണ്ട് മാത്രമേ ഉള്ളൂ. क्योंकि वो संतुष्टि पाने के लिए सिर्फ परमेश्वर का ही मौजूदगी उसको संतुष्टि प्रदान कर सकता है. അതാണ് അഗസ്റ്റിൻ പറഞ്ഞത്, മൈ സോൾ ഈസ് റെസ്റ്റ്ലെസ് അൻറ്റിൽ ഐ ഫൈൻഡ് റെസ്റ്റ് ഇൻ ഗോഡ് അലോൺ. परमेश्वर को पाए बिना हमेशा जीवन में एक बेचैनी रहती है, ऐसा अगस्तीन कहता है. സ്തോത്രം. യോഹന്നാൻ 14:8 വായിച്ചേ. यूहन्ना 14:8 जरा पढ़े. ഞങ്ങൾക്കത് മതി. यही हमारे लिए बहुत है. ഏത്? क्या? ഫിലിപ്പോസിന്റെ കൂട്ട് നമുക്ക് ഇന്ന് കർത്താവിനോട് പറയാൻ പറ്റുമോ? क्या फिलिप्पुस के संग हम भी कह सकते हैं ഞങ്ങൾക്കത് മതി, हमें वो बहुत है, എനിക്കത് മതി. मेरे लिए वो काफी है? എന്ത്? किस बात को? പിതാവിനെ ഒന്ന് കാണിച്ചതാ. मेरे पिता को हमें दिखा दो. എന്ന് പറഞ്ഞാൽ വാട്ട് ഐ നീഡ് ഈസ് ഗോഡ് അലോൺ. क्या मुझे आवश्यकता है वो परमेश्वर ही है. അതുകൊണ്ടാണ് ആരോ പറഞ്ഞത്, ഇഫ് വാട്ട് യു ഹാവ് ഈസ് ഗോഡ് അലോൺ, യു ഹാവ് ഓൾ യു നീഡ്. आपको अगर परमेश्वर को ही पाले तो आपकी सारी आवश्यकताओं को आप पा लिए हैं. If God is all you have all you need. अगर परमेश्वर ही आपको सब कुछ है तो आपकी सारे जरूरतों को उस परमेश्वर में ही आप पाएंगे. ചിലപ്പോൾ നമ്മൾ പറയും, ദൈവം അല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ല. हम कई बार कहते हैं कि अरे मुझे तो परमेश्वर नहीं छोड़कर और कोई है ही नहीं. ഇല്ലേ? വീട്ടുകാരോടെല്ലാം പിണങ്ങിയിരിക്കുകയാണെങ്കിൽ വീട്ടുകാരെങ്കിലും ചോദിക്കുക എങ്ങനെ ഉണ്ടെന്ന്, ദൈവം അല്ലാതെ എനിക്ക് ആരും. अगर घर वालों से अब नाराज होकर बैठे हैं और कोई व्यक्ति पूछे तो कहेगा कि मेरे लिए तो सिर्फ परमेश्वर है, घर वाले कोई नहीं है करके कहेंगे. ചർച്ചുകാരോട് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ചർച്ചുമായി ബന്ധപ്പെടുകയോ ആരാ, ദൈവമുണ്ട്, എനിക്കെന്ന് മതി. और कलीसिया वालों से परेशान होकर बैठे हैं तो कोई व्यक्ति के पूछने पे कहेगा कि मेरे लिए कोई भी नहीं है, सिर्फ परमेश्वर ही करके कहेंगे. ശരിയല്ല? നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നവരില്ലേ? कई बार अक्सर हम कहते हैं ऐसा. ഇവിടെ ഭക്തൻ പറയുകയാണ്, what if you what you have is God alone. നിങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ടെന്ന്. अगर सिर्फ आपके जीवन में परमेश्वर है
तो आपके सभी जरूरतों को वो इसके लिए परमेश्वर है आपके लिए। പിന്നെ വേറെ വല്ലതും വേണോ? फिर कोई आवश्यकता परमेश्वर के आपके जीवन में है नहीं। പക്ഷെ ചോദ്യം, നാം ദൈവം ഉണ്ടെന്നുള്ളത് തൃപ്തരാണോ? क्या परमेश्वर आपके जीवन में है, इससे आप संतुष्ट हैं? ദേവസിസ് എന്ത് പറഞ്ഞല്ലോ, പറഞ്ഞു. Are we really content enough with the truth that God is what we all have? क्या आप इस बात से संतुष्ट हैं कि परमेश्वर वास्तव में आपके संग है, आपके अंदर है? സ്തോത്രം. അപ്പൊ ലോക മനുഷ്യർക്ക് എല്ലാം ഉണ്ടായിട്ടും അവർ തൃപ്തരാകാതെ സന്തോഷത്തിന് വേണ്ടി പലതും അവർ തിരയുന്നു. दुनिया वाले सब कुछ पाने के लिए लगे रहते हैं ताकि वो संतुष्टि को पाए, मगर वो पाते नहीं हैं. അവരതിന് സിനിമ കാണും, इसके लिए वो सिनेमा के लिए जाते हैं വെളിയിലേക്ക് പോയി ആഹാരം കഴിക്കും, और कहीं बाहर जाकर खाना खाते हैं, പിക്നിക്കിന് പോകും, पिकनिक के लिए जाते हैं, ചിലപ്പം ഒത്തിരി ദൂരെയൊക്കെ വിദേശങ്ങളിലൊക്കെ പോയിക്കളെ, कई विदेशों में भी पिकनिक के लिए जाते हैं वो, അവരുടെയൊക്കെ കാശിന്റെ അനുസരിച്ച്. क्योंकि उनके पास पैसा है. എന്തിനാ പോകുന്നത്? किसके लिए जाते हैं? സന്തോഷത്തിന് വേണ്ടി. संतुष्टि को पाने के लिए. ചിലരാണെങ്കിൽ അവർക്ക് സന്തോഷം തുണി എടുക്കുന്നതാണ്. कई लोगों की संतुष्टि इसी में है कि अच्छा वस्त्र पहने हो. ചിലർക്കാണെങ്കിൽ സമയാസമയത്ത് മൊബൈൽ മാറ്റുന്നതാണ്. और कई लोगों की संतुष्टि मोबाइल हर साल में चेंज करने के लिए है. ഇങ്ങനെ ഒത്തിരി സന്തോഷങ്ങളുണ്ട് ആൾക്കാർ. और इस प्रकार से कई बातों में हम संतुष्टि को खोजने वाले लोग हैं. ഇതെല്ലാം ഇവരെന്തിനാ ചെയ്യുന്നേ? मगर ये सब बातें हम किसके लिए करते हैं? എന്തിനാ ചെയ്യുന്നേ? हम किसके लिए ये सब बातें करते हैं? സന്തോഷത്തിന് വേണ്ടി, क्योंकि ये बात सबको हमको आनंद देती है, സംതൃപ്തിക്ക് വേണ്ടി. संतृप्ति के लिए. പക്ഷേ ദൈവമുള്ളവന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. मगर हम में परमेश्वर है तो इन किसी भी बातों की आवश्यकताएं है ही नहीं. മനസ്സിലാവുന്നുണ്ടോ? ഹലോ. അതുകൊണ്ടാ ചോദിച്ചത്, നമ്മൾ അവകാശപ്പെടുന്നു നമുക്ക് ദൈവം ഉണ്ടെന്ന്. इसीलिए हम कहते हैं कि हमारे पास परमेश्वर है, പക്ഷേ നമുക്കുള്ള ദൈവത്തെ കൊണ്ട് നാം തൃപ്തരാണോ എന്നാണ് ചോദ്യം. क्या जो परमेश्वर हमारे संग है उनके साथ क्या हम संतुष्ट हैं? Are we fully content with God? क्या हम पूर्ण रूप से परमेश्वर में संतुष्टि को क्या पाते हैं? അതോ നമുക്കും സന്തോഷത്തിന് മറ്റ് പലതും വേണോ? क्या फिर संतुष्टि के लिए दुनिया के कई बातों के पीछे जाना पड़ता है हमें? പ്ലീസ് എളുപ്പം വന്നേരെ, സമയം തീരും. ഒന്ന് പറഞ്ഞേരെ, നമ്മൾ ദൈവത്തെ കൊണ്ട് തൃപ്തരാണോ? क्या हम परमेश्वर से पूर्ण संतुष्टि को पाए हैं? हाँ या ना बताइए. സ്തോത്രം. എങ്കിൽ നാം സന്തോഷത്തിന് വേണ്ടി വേറെ ഒരു മാർഗവും അന്വേഷിക്കത്തില്ല. अगर परमेश्वर में संतुष्टि है तो कई और बातों में हम संतुष्टि को खोजेंगे नहीं. സ്തോത്രം. ഇപ്പോഴത്തെ കണക്കിന് വേറെ ഒന്നിലും നമ്മൾ സന്തോഷം കണ്ടെത്തുന്നില്ലേ? क्या अभी ऐसा नहीं है कि हम परमेश्वर के अलावा दुनिया के कई बातों में संतुष्टि खोजते हैं? നാം ഇന്ന് പാടിയതുപോലെ കർത്താവിനോട് പറയാം, all I need is, oh Lord, you and you alone. हम परमेश्वर से आज सुबह गाया उस प्रकार से कहें, जो कुछ भी है दुनिया में उससे नहीं बल्कि आप ही मुझे चाहिए कर कर. സ്തോത്രം. oh Lord, in temptations I need you. परीक्षाओं के बीच में मुझे आप चाहिए. in tempest of this life I need you. आंधी तूफान में परमेश्वर मुझे आप चाहिए. in hurts and pains I need you. दुख और दर्द के बीच में मुझे आप चाहिए. in joy and glad situations I need you. आनंद और हर्ष के समय में भी आप मुझे चाहिए. when I'm alone I need you. जब मैं अकेला हूं तब मुझे चाहिए आप. when people are around me I need still you. जब लोग मेरे इधर उधर हो तभी मुझे आप चाहिए. in my celebrations I need you. मेरे आनंद के समयों में भी मुझे आप चाहिए. Lord, in every situation of my life I desperately need you. मेरे जीवन के हर अवस्था में
परमेश्वर आपकी आवश्यकता है मेरे। Are we really in that need of God in our lives? क्या उस प्रकार की आवश्यकता, आप परमेश्वर की आवश्यकता आपके जीवन में है? ഇന്ന് പകലിൽ കർത്താവ് നമ്മോട് ആഗ്രഹിക്കുന്നു, നാം ഈ 63-ാം സങ്കീർത്തനക്കാരനെ പോലെ ദൈവത്തെ അന്വേഷിക്കുന്നവരാകണമെന്ന്. परमेश्वर हमसे वैसा ही चाहते हैं जैसा हमने भजन संगीता में पढ़ा, परमेश्वर के अलावा कुछ नहीं, परमेश्वर ही चाहते हैं। ദൈവത്തെ തന്നെ പ്രാപിക്കുന്നവരും ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുന്നവരുമായി നമുക്ക് തീരാം. परमेश्वर को ही खोजने वाले और परमेश्वर में ही आनंद को पाने वाले लोग बन जाएं हम। ഇത് തന്നെയാണ് നാം മുമ്പേ ചിന്തിച്ച പ്രാർത്ഥനയുടെയും ആത്യന്തിക ലക്ഷ്യം. ये प्रार्थना करने का लक्ष्य भी हमारे जीवन में इसी कारण से होना है। കർത്താവേ, എനിക്ക് വേറെ ഒന്നും വേണ്ട, परमेश्वर मुझे और कोई चीज की आवश्यकता नहीं है, വേറെ ഒന്നും എനിക്ക് വേണ്ട, मुझे और कोई चीज की मांग नहीं है, ഞാൻ അങ്ങയോടൊന്നും ചോദിക്കുന്നില്ല, मैं आपसे और कुछ भी नहीं मांगता, എനിക്കുള്ളതും കൂടെ ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. जो कुछ भी है मेरा मैं आपको समर्पित करता हूं परमेश्वर। സ്തോത്രം. എനിക്ക് വേണ്ടത് അങ്ങയെ മാത്രമാണ് കർത്താവേ. मुझे आपकी जरूरत है परमेश्वर, मेरे जीवन में आ जाइए। നമുക്ക് ഇന്ന് കർത്താവിനോട് പറയാൻ പറ്റുമോ? क्या इस बात को हम परमेश्वर से कह सकते हैं आज? സ്തോത്രം. ഈ ഭൂമിയിൽ വെച്ചും എനിക്ക് അങ്ങയെ മതി. इस धरती पर रहते समय भी मुझे आप ही चाहिए। സ്വർഗത്തിൽ ഞാൻ വരുമ്പോഴും എനിക്ക് അങ്ങയെ മതി. अगर मैं स्वर्ग में आ जाऊं वहां पर भी आप ही मुझे चाहिए। അതാണല്ലോ നമ്മൾ വായിക്കാറുള്ള 73-ാം സങ്കീർത്തനത്തിന്റെ 25-ാം വാക്യം. यही बात को हम भजन संगीता में भी हम पढ़ते हैं। 73:25 में पढ़ते हैं. സ്തോത്രം. ഭൂമിയിൽ സ്വർഗത്തിലും എനിക്ക് ദൈവമല്ലാതെ വേറെ ആരില്ല. धरती पर और स्वर्ग में मुझे आपको, आपके सिवाय कोई भी नहीं है। ഞാൻ അങ്ങയല്ലാതെ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. आपके अलावा किसी और बात की चाहत भी नहीं रखता। അതെ, I don't desire anything else other than you, whether in heaven or on earth. आपको छोड़ किसी और की चाहत नहीं रखता, धरती पर हो या स्वर्ग में हो। വേറെ ഒന്നും എനിക്ക് വേണ്ട, और कोई चीज की चाहत नहीं है അങ്ങയെ मुझे। മാത്രം മതി. मैं सिर्फ तो आपको चाहता हूँ। വാശി ദൈവസഭയെ, ഈ സഭയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ള സകലരും ദൈവത്തെയല്ലാതെ വേറെ ഒന്നും ആഗ്രഹിക്കാത്തവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. वाशी कलीसिया के छोटे बच्चे से लेकर बुजुर्ग तक सभी इसी बात को कहे कि मुझे आपके अलावा किसी और वस्तु की आवश्यकता नहीं है। Youngsters and children, God wants you and me to desire only for God. हम सिर्फ परमेश्वर के खोजी बन जाए, दुनिया के किसी वस्तुओं के नहीं। നിങ്ങൾ പഠിച്ചോ, ഉന്നതരായിക്കൊള്ളുക, आप पढ़कर ऊंचे स्थानों में पहुंच जाएं। ദൈവം നിങ്ങളെ കൊണ്ടുപോകട്ടെ ഉന്നതികളിലേക്ക്. परमेश्वर आपको ऊंचाइयों में ले जाएं। പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവത്തെ മാത്രമായിരിക്കണം. मगर आपकी चाहत जो है वो परमेश्वर को पाने की होनी चाहिए। ജോലി ചെയ്യുന്നവരെ നിങ്ങൾ പ്രൊമോഷനും ഇൻക്രിമെന്റും ഒക്കെ ആഗ്രഹിച്ചോളൂ. आप नौकरी करने वाले लोग हो, प्रमोशन और इंक्रीमेंट की मिले तो परमेश्वर से खुशी पाइए। ദൈവം തരട്ടെ നിങ്ങൾക്ക്. परमेश्वर इन बातों को परमेश्वर आपको प्रदान करे। പക്ഷേ നമ്മുടെ വാഞ്ച ദൈവത്തോട് അപ്പോഴും പറയണം, കർത്താവേ, എനിക്ക് അങ്ങയെ മാത്രം मगर മതി. हमारा दिल का चाहत जो है कि परमेश्वर आप ही को चाहते हैं हम। ഇതൊക്കെ ഉള്ളത് മറ്റാർക്കെങ്കിലും കൊടുത്തോ കർത്താവേ. अगर ये सब कुछ जो मेरे पास जो है किसी और को प्रदान करना है, दीजिए परमेश्वर। ഞാൻ തയ്യാറാണ്. मैं उसके लिए तैयार हूँ। ഇപ്പോൾ എനിക്കുള്ളതൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാൽ ഞാൻ അതിന് തയ്യാറാണ്. जो कुछ भी मेरे पास है उसको नष्ट करने के लिए भी मैं तैयार हूँ। പക്ഷെ എനിക്ക് അങ്ങയെ വേണം. मगर आप मेरे अंदर आना चाहिए। ഇത് നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് അങ്ങയെ എനിക്ക് നേടാൻ കഴിയുന്നെങ്കിൽ ഞാൻ അതിന് തയ്യാറാ. अगर इन बातों को खोने के बाद में परमेश्वर को साथ मिले तो मुझे वो ही चाहिए। ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നമുക്കിന്ന് ആത്മാർത്ഥമായി കർത്താവിനോട് പറയാം, ഐ നീഡ് യുവർ ഗോഡ്. हम सच्चाई के साथ परमेश्वर से कहें कि हमें परमेश्वर की आवश्यकता है। കർത്താവ്, എനിക്ക് നിന്നെ വേണം. परमेश्वर मैं तुझे खोजता हूँ। വിതൗട്ട് ഗാഡ് വി ആർ ഇൻകംപ്ലീറ്റ്. परमेश्वर के छोड़ हम बेकार हैं। സ്തോത്രം. വിതൗട്ട് ഗാഡ് we are unsuccessful. परमेश्वर के अलावा हमारे जीवन में कोई सक्सेस नहीं है। സ്തോത്രം. നമുക്കിന്ന് പകൽ കർത്താവിനെ ഒന്ന് ആഗ്രഹിക്കാം.
हम परमेश्वर को चाहने वाले बन जाएं। നാം സ്വർഗത്തിൽ നിത്യതയിലെത്തിയാലും നമുക്ക് അവിടെയും ലഭിക്കാൻ പോകുന്നത് കർത്താവ് തന്നെയാണല്ലോ. हम अनंत काल के जीवन को पाए, स्वर्ग में भी हम परमेश्वर को ही खोजें। പുത്തനാം യെരൂശലേമിൽ എത്തിയാലും യെരൂശലേമിന്റെ സൗന്ദര്യമല്ല, പക്ഷേ നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിന്റെ സാന്നിധ്യമാണ് വലുത്. वो नए जेरूसलम में पहुंच जाएं, यरूशलेम की खूबसूरती आपको भाएगी नहीं जितना परमेश्वर आपको भाएगा। ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കാറുള്ളത്, ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് അവർ ഇറ്റേണൽ ഇൻഹെറിറ്റൻസ് ഈവൻ ഇൻ ഹെവൻ. हमारा जो है अनंत काल में हमको मिलने वाला आज सबसे बड़ा गिफ्ट जो है परमेश्वर खुद ही है। ഇന്ന് പകൽ നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം. आज सुबह हम उसकी चाहत रखने वाले बन जाएं। നമുക്കൊരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. हम एक साथ खड़े हो जाएं। ആ ഒരു പാട്ടിന്റെ ചില ഇരടികൾ നമ്മെ ആനി സിസ്റ്റർ